ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം 7:30 ആയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുവാണ്. 6 മണി തൊട്ടേ ഇവിടെ യുദ്ധം തുടങ്ങി. ബുക്കുട്ടനാണെങ്കിൽ ഒരു വിധത്തിൽ എന്നെ എഴുന്നേക്കാൻ സമ്മതിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് മനസ്സിൽ വിചാരിക്കും. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ബിബുക്കുട്ടൻ വല്ലാത്തൊരു സ്വഭാവത്തിലായിരിക്കും. അപ്പോൾ പിന്നെ അവനെ ഒന്ന് സമാധാനിപ്പിച്ച് എടുത്തൊക്കെ വരുമ്പോഴേക്കും 8, 8:30, 9 മണിയൊക്കെ ആവും. പിന്നെ ഞാൻ ഈ റോബോട്ട് ഓടും പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റല്ലേ ഓരോ ജോലി നടക്കത്തുള്ളൂ. ഇവനാണെങ്കിൽ വാശി കാണിക്കുന്ന കാരണം എനിക്ക് എഴുന്നേൽക്കാനും പറ്റില്ല. ഇപ്പം എന്തായാലും നല്ല ഉറക്കത്തിലാണ് ആള്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എനിക്ക് കുളിച്ച് ഒരിടം വരെ പോകാനുണ്ട്. നാത്തൂനിപ്പോൾ എത്തും. അപ്പോൾ ഞാൻ വേഗം ഒരു ജോലിയായിട്ട് ചെയ്യട്ടെ. വാവച്ച് നല്ല ഉറക്കമാണ്. ഉണർത്താതെ പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുളിയും നടക്കില്ല. കുളിയൊന്നല്ല, ഞാൻ അനങ്ങാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് പതിയെ കിടത്തിയിട്ട് ഞാൻ പോവാണ്. ഷീറ്റ് മൂടി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ തണുത്ത അന്തരീക്ഷമല്ലേ എന്നും പറഞ്ഞിട്ട് മൂടിക്കൊടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും അതിനെ ചവിട്ടി തൊഴിച്ച് ദൂരെ എറിയും. അപ്പോൾ ഞാൻ തലേണയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോവാണ്. കുളിച്ചിട്ട് വരാൻ വേഗം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ തിരികെ വന്നപ്പോഴും ബിബുക്കുട്ടൻ അതുപോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഷഡേന്ന് ചെയ്യട്ടെ. കുളിക്കുന്നതിന് മുന്നേ തന്നെ പല്ല് തേപ്പൊക്കെ കഴിയുന്നതാണ്. പക്ഷെ ഇന്ന് അതിന് പറ്റിയിട്ടില്ല. ബിബുക്കുട്ടൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഓടിപ്പോയൊന്ന് കുളിച്ചിട്ട് വന്നു. ഇനി വേണം പല്ല് തേക്കാൻ. നാത്തൂനിങ് എത്താറായിട്ടുണ്ട്. അവൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ധൃതി പിടിച്ചിറങ്ങുന്നു. എനിക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ബിബുക്കുട്ടൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ എനിക്ക് പോകണം. ഞാനിപ്പോൾ ഇറങ്ങട്ടെ. ഞാനും നാത്തൂനും കൂടി ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് തന്നെ മേൽമുണ്ട് ചുറ്റാൻ വയ്യാത്തതുകൊണ്ട് ഞാനൊരു ഭാഗത്തേക്ക് മാറിയിരുന്നു. നാത്തൂൻ മാത്രം ഉള്ളിലേക്ക് പോയത്. അവൾ ഭയങ്കര കോൺഫിഡൻസോടെയാണ് പോയത്. എന്നെ കയറ്റി വിടും, ഞാൻ ഗൗണായിട്ടേക്കുന്നതെന്ന് പറഞ്ഞ് തിരികെ വന്നപ്പോൾ മേൽമുണ്ട് കൊടുത്തോണ്ടാണ് വന്നത് കേട്ടോ. അമ്പലത്തിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ കാപ്പിയോടെയും കഴിഞ്ഞ് നേരെ ഹസ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. റീസൺ എന്താണെന്ന് പറഞ്ഞു തരാം. ഇന്ന് അമ്മുമ്മയുടെ കട 1.5 വർഷം കൊണ്ട് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അമ്മുമ്മയ്ക്ക് സുഖമില്ലാണ്ട്. അത് എൻ്റെ അമ്മ ഏറ്റെടുത്ത് നടത്തുവാണ്. അവിടെ ലോട്ടറിയാണ് അമ്മ ആദ്യമായിട്ട് തുടങ്ങിയേക്കുന്നത്. പിന്നെ പതിയെ കുറേശ്ശെ സാധനങ്ങളൊക്കെ എക്സ്ട്രാ വെച്ച് കട മുന്നേറ്റണമെന്നാണ് അമ്മയുടെ ഒരു ആഗ്രഹം. അപ്പോൾ ചെറിയൊരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു. ഞങ്ങൾ ഓരോ ലോട്ടറിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കയറി. വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കടയും. അങ്ങനെ വീട്ടിൽ കയറി ലച്ചുമ്മയും വാവയും കൂടി നിന്ന് കളിയായിരുന്നു. ബിബുക്കുട്ടനും കൂടി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാനും വാവയും കൂടി ഹസ്ബൻഡ് വന്നപ്പോൾ തിരികെ പോയി. അതിനുശേഷം ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സെയിം വർക്ക് ചെയ്ത് തന്ന സ്റ്റുഡിയോയിൽ, അത് കണ്ണമ്മൂല കുമാരപുരത്തുള്ള സാഗര സ്റ്റുഡിയോ ആണ്. അവിടെ ഒരു ഫാമിലി പിക്ക് എടുക്കാനായിട്ട് പോയിട്ട് തിരികെ വരുന്ന വഴി അമ്മയ്ക്കൊരു ചെറിയൊരു വാച്ച് മേടിച്ചുകൊണ്ടുവന്നു കേട്ടോ. അമ്മയുടെ വാച്ച് പൊട്ടിയിരിക്കുമായിരുന്നു. കണ്ണടച്ചിരി ദാമ ഓ പൊട്ടിപ്പോയെന്ന് മകൾ അറിയും. കെട്ടി നോക്ക്, വേഗം തുറന്നു നോക്ക്.
ആ അവിടെ തന്നെ ആ വെള്ള ബോക്സ്, വെള്ള അടപ്പ്. ആ ആ അത് തന്നെ. അമ്മയ്ക്ക് ലെതർ വാച്ച് ഇഷ്ടമല്ല. അമ്മ ചെയിൻ വാച്ചാണ് ഇത്രയും നാൾ കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ലെതർ വാച്ച് കെട്ടുമ്പോ എങ്ങനെ ഉണ്ടായിരിക്കും, കൊള്ളാവോ നോക്കാം. കോൺഫിഡൻസ് വാങ്ങിച്ചത് ചുമ്മാ കെട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കാന്ന് വിചാരിച്ച്. എനിക്ക് ലെതർ വാച്ച്, ഞാൻ 5ാം ക്ലാസ് മുതലാണ് വാച്ച് ഉപയോഗിച്ച് തുടങ്ങിയത്. അമ്മയുടെ അമ്മാമ്മച്ചിയാണ് എനിക്ക് വാച്ച് ആദ്യമായിട്ട് വാങ്ങിച്ചു തരുന്നത്. അന്ന് മുതലുള്ള ശീലമാണ്. കയ്യിൽ വളയുണ്ടോ മോതിരമുണ്ടോ വാച്ച് മസ്റ്റാണ്. ആ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാവോ എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടില്ലേ? ചെയിൻ വാച്ചിനേക്കാളും ലെതർ വാച്ച് തന്നെ സൂപ്പർ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയും അമ്മ ലെതർ വാച്ച് കിട്ടുന്നതോ ചെയിൻ വാച്ച് ഇടുന്നതോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അഭിപ്രായം പറയാനെന്ന് പറയും. എന്നാൽ ഇതൊന്ന് പറ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. അങ്ങനെ ഇന്ന് ഉച്ച വരെ ബിസി ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങളിതേ വീട്ടിലെത്തി, കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം. നല്ല വെയിലത്ത് പോക്ക് വരവൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം കിടന്നിട്ട് പതിയെ എഴുന്നേറ്റ് ഒരു തോരൻ വെക്കാനുണ്ടായിരുന്നു. ആ തോരൻ വെച്ചു. അതിന് ശേഷം അമ്മ ചിക്കൻ കറിയും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സാലഡും ഒക്കെ. അപ്പം എനിക്കൊരു തോരൻ മാത്രം വെച്ചാൽ മതിയായിരുന്നു. അതങ്ങ് വേഗം വെച്ചിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ചോറ് കഴിച്ചിട്ട് നേരെ ഇനി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണം. അവിടെ ചെറുതായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡും വേഗം ചോറൊക്കെ കഴിച്ചു. ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും വിബുക്കുട്ടനും ഹസ്ബൻഡും കൂടി വേഗം കണ്ണമ്മൂല എത്തി. കണ്ണമ്മൂല എത്തിയപ്പോഴേക്കും അവിടെ കുറച്ച് വലയും പൊടിയൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ വൃത്തിയാക്കി. അപ്പം ഈ വലയടിക്കുന്ന ആ പൊടി കാര്യങ്ങളൊക്കെ മെത്തയിലായത് കാരണം അതിനെ ഒന്ന് വരാന്തയിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടാണ് തട്ടിക്കുടഞ്ഞ് കൊണ്ടുവരുന്നത്. അപ്പം അതിനായിട്ട് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യുവാണ് കേട്ടോ. ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. മെത്ത പിടിച്ച് തളന്നാ വിവമ്മ? തളന്നു പോയോ? ഈ പ്രായത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് കൂടി ചെയ്യില്ല. ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ, ആ താല്പര്യമാണ് ഈ കാണുന്നത്. കുറച്ച് നേരം മെത്തയൊക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്തപ്പോഴേക്കും അവനങ്ങ് തളർന്നു വെള്ളം ചോദിച്ചു തുടങ്ങി. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഒരു 2 ദിവസം ഒന്ന് വീടൊന്ന് അടച്ചിട്ടാൽ മതി. എന്തോരം പൊടിയാണ് വീടിനകത്ത് കയറുന്നത്. പിന്നെ വന്ന് ആദ്യം മുതലേ ഒതുക്കും പിറക്കൊക്കെ ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം വിബുക്കുട്ടൻ കുറച്ച് നേരം വിബുക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കീബോർഡൊക്കെ വെച്ച് പാട്ടും ബഹളമായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബർത്ത്ഡേയിലെ കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അത് വെച്ച് അങ്ങ് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ തീർക്കേണ്ട ജോലികളൊക്കെ വേഗം ചെയ്ത് തീർക്കുമായിരുന്നു. തേങ്ങ അടക്കാനായിട്ട് ആള് വരാനായിട്ട് സമയമായെന്ന് ഞങ്ങളെ അറിയിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ആളെ വിളിച്ച് തേങ്ങയൊക്കെ ഇടിയിച്ചു. അപ്പം തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ ഇതിവിടെ കിടന്നാൽ ശരിയാവില്ല, പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ പൊതിച്ചെടുക്കാം. അതിനുശേഷം ഞങ്ങൾ ജോലിയെല്ലാം ഒതുക്കി വെച്ച് രാത്രിയിലത്തേക്ക് ചപ്പാത്തിയാണ്. അപ്പം മാവൊക്കെ ആദ്യം കുഴച്ചൊക്കെ വെച്ച ശേഷം പരത്തിയൊക്കെ വെച്ചു. അതിനുശേഷം വേഗം ചുട്ടെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ചുട്ടെടുക്കുമായിരുന്നു. ഞാൻ ഈ തിരക്കിലായതുകൊണ്ടും വിബുക്കുട്ടൻ്റെ കൂടെ കളിക്കാൻ പോകാത്തതുകൊണ്ടും ഒരാൾ പടിക്കറ്റിലിറങ്ങി പിണങ്ങി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും എന്തൊക്കെയോ പുരുപുറ പറയുന്നുണ്ടായിരുന്നു. എന്തുവാണ് ഭംഗി? എന്തുവാണ് അവിടെ കാണുന്ന? എന്തോ കാണുന്ന അവിടെ? സ്റ്റാറാണോ?
ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ റൂമിലേക്ക് പോയപ്പോഴാണ് അവിടെ ഒരു സൗണ്ട് കേൾക്കുന്നത്. വിബുക്കുട്ടൻ എൻ്റെ അച്ഛനെ കലണ്ടർ ചുരുട്ടി എടുത്തുകൊണ്ട് വന്ന് മര്യാദ പഠിപ്പിക്കുക കേട്ടോ. അത് കണ്ട് കുറേ നേരം ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അമ്മ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഫുഡൊക്കെ എല്ലാവർക്കും എടുത്ത് കൊടുത്തു. എല്ലാവരും കഴിച്ച ശേഷം ഞാനും ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും സമയം 10 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, അങ്ങ് പാങ്ങോടാണ് കേട്ടോ. അമ്മയ്ക്കൊക്കെ സുഖമില്ലാത്തത് കൊണ്ട് അവിടെയാണ്. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ദിവസത്തെ കാര്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ യാത്ര ചെയ്യുന്നതും കാര്യങ്ങളും ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. അതെ, കുട്ടിക്ക് നല്ല ഉറക്കമായി. അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാനും ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ ബൈ ബൈ, സീ യു.